നമസ്കാരം, വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ 2025 കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇലക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മുടെ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഏത് സ്ഥാപനമാണ്? ഏതാണ്? നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതായത് 2025 ഡിസംബറിലാണ്, കേരള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു എ ഷാജഹാൻ. ശ്രദ്ധിച്ചോണം, പദവിയാണ്, ചേഞ്ചസ് ഉണ്ട്. ഇത് എന്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ ബേസ് ചെയ്താണ് പറയുന്നത്. അതായത് 2025 നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെ നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? എ ഷാജഹാൻ ആയിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ ഒരു പദവി ആ ഒരു സമയത്തെ ഡിപ്പെൻഡ് ചെയ്താണ്. അതിനുശേഷം ചേഞ്ചസ് വന്നു. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, തെരഞ്ഞെടുപ്പ് നടത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ ഇത് മൂന്നും ചെയ്യുന്നവരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശേഷം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെയാണ്. നോർമൽ ഇലക്ഷൻ എല്ലാം അങ്ങനെയാണ്. റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി സ്ഥാനാർത്ഥിയുടെ യോഗ്യത ഇത് മനസ്സിലാക്കിയിരിക്കണം. ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ ആയിരിക്കണം. ഇപ്പം നമ്മൾ ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നമുക്ക് വോട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും ഒരു വാർഡിൽ നമുക്ക് വോട്ടുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തീകരിക്കണം. സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ്. ലോക്കൽ ബോഡിയിലേക്ക് മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സ്. വോട്ട് ചെയ്യാൻ 18 പക്ഷെ മത്സരിക്കാൻ 21 വയസ്സാണ്. അതുപോലെ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്, സ്ഥാനാർത്ഥി ബധിര മൂകനായിരിക്കരുത്. സ്ഥാനാർത്ഥി ബധിര മൂകനായിരിക്കരുത് എന്നൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം, സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യണം. അങ്ങനെ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ അതേ വാർഡിലെ വോട്ടർ ആയിരിക്കണം. മനസ്സിലായി? വാർഡിലെ തന്നെ വോട്ടർ ആയിരിക്കണം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ എൻ്റെ പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി, എൻ്റെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ വാർഡിലെ തന്നെ വോട്ടർ ആയിരിക്കണമെന്നില്ല, ആ പഞ്ചായത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ ആയാൽ മതി. അതായത് എനിക്ക് വേണമെങ്കിൽ മറ്റൊരു വാർഡിൽ ചെന്ന് നിന്ന് മത്സരിക്കാം. പക്ഷേ അങ്ങനെ മറ്റൊരു വാർഡിൽ ചെന്ന് നിന്ന് മത്സരിക്കുന്ന സമയത്ത് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ എന്നെ നാമനിർദ്ദേശം ചെയ്യുന്ന ആള് ആ വാർഡിലുള്ള ആൾ തന്നെ ആയിരിക്കണം. അതാണ് അതിന്റെ ക്രൈറ്റീരിയ. അത് ശ്രദ്ധിച്ചോണം. സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ അതേ വാർഡിലെ വോട്ടർ ആയിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇത്രയൊക്കെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ലോക്കൽ ബോഡി ഇലക്ഷൻ ആകുമ്പോൾ അതിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതേപോലെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന എല്ലാം ഏതാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ കമ്മീഷന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഇലക്ഷനിൽ എപ്പോഴും പറയും, നമ്മൾ റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെയാണ് എന്ത് സമർപ്പിക്കുന്നതെന്ന് പറയും? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് എന്ന് പറയും. ഇനി സ്ഥാനാർത്ഥിയുടെ യോഗ്യത, ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ ആയിരിക്കണം. പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തീകരിക്കണം. അതുപോലെ സ്ഥാനാർത്ഥി ബധിര മൂകനായിരിക്കരുത്. സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന ആൾ അതേ വാർഡിലെ ഒരു വോട്ടർ ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ കേരളത്തിലെ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായിട്ടാണ് നടന്നത്. ഡിസംബർ 11, 13 തീയതികളിൽ. തെക്കൻ ജില്ലകളിൽ ഡിസംബർ 9, 11 തീയതികൾ. കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് 2 ഡേറ്റുകളായിട്ടാണ്. 2025 ഡിസംബർ 9, 11 തീയതികൾ. ഏതൊക്കെയാണ് ഡേറ്റ്? ഡിസംബർ 9, 11 തീയതികൾ. അതിൽ തെക്കൻ ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഡിസംബർ 9-നാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഇത്രയും ജില്ലയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഡിസംബർ 9-ന്. 11-നാണ് ഇങ്ങോട്ട് തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ
2025 കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നു. ഡേറ്റ് എന്നായിരുന്നു? 2025 ഡിസംബർ 9, 11. ഡിസംബർ 9 തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഡിസംബർ 11 തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകൾ തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുള്ള ജില്ല മലപ്പുറമായിരുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് പോളിംഗ് സ്റ്റേഷനുള്ളത് ഇടുക്കിയിലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ എവിടെയായിരുന്നു? മലപ്പുറം. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ മലപ്പുറം. ഏറ്റവും കുറവ് പോളിംഗ് സ്റ്റേഷനുകൾ ഇടുക്കി. ഇനി ശ്രദ്ധിച്ചോണം, ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്ത് തന്നെയായിരുന്നു, എന്നാൽ ഏറ്റവും കുറവ് വോട്ടർമാർ വയനാടായിരുന്നു. ആ ഒരു കേസിലുള്ള ഒരു വ്യത്യാസം കണ്ടു. ഏറ്റവും കൂടുതൽ വോട്ടർമാർ എവിടെയായിരുന്നു? മലപ്പുറം. ഏറ്റവും കുറവ് വോട്ടർമാർ എവിടെയാണ്? വയനാട്. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ എവിടെയാണ്? മലപ്പുറം. എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് സ്റ്റേഷനുകൾ എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇവിടെ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നടന്നു? 2025 ഡിസംബർ 9, 11. ഡിസംബർ 9 തെരഞ്ഞെടുപ്പ് നടന്നത് തെക്കൻ ജില്ലകളിലാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. 11 ആണെങ്കിൽ തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് മലപ്പുറത്തും ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത് വയനാടും. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത് മലപ്പുറത്തും ഏറ്റവും കുറവ് പോളിംഗ് സ്റ്റേഷൻ ഉള്ളത് ഇടുക്കിയിലുമാണ്. ഇനി ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആകുമ്പോൾ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ടയില്ല. നോട്ടയ്ക്ക് പകരം എൻഡ് ബട്ടൺ ആണ് ഉണ്ടായിരുന്നത്. ശ്രദ്ധിച്ചോണം, ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ടിംഗ് യന്ത്രത്തിൽ എന്തില്ല? ഈ പറഞ്ഞ നോട്ടയില്ല. നോട്ടയ്ക്ക് പകരം എൻഡ് ബട്ടൺ. ഇനി ബാലറ്റ് പേപ്പറിലെ നിറങ്ങൾ, ഇത് ശ്രദ്ധിച്ചോണം. ഇതും മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. ഗ്രാമപഞ്ചായത്തിലേക്കുള്ളതാണെങ്കിൽ ബാലറ്റ് പേപ്പറിന് വെള്ള നിറം, ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ പിങ്ക്, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ നീല, അതുപോലെ നഗരസഭയാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും വെള്ള നിറമാണ്. നഗരസഭയിലേക്കാണെങ്കിലും കോർപ്പറേഷനിലേക്കാണെങ്കിലും എന്ത് നിറമാണ്? വെള്ള നിറമാണ്. അപ്പോൾ ബാലറ്റ് പേപ്പറിലേക്കുള്ള നിറങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രാമപഞ്ചായത്ത് വെള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പിങ്ക്, ജില്ലാ പഞ്ചായത്ത് നീല, നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ രണ്ടിലേക്കും ഏതാണ്? വെള്ളയാണ്. നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കുള്ള ഏതാണ്? വെള്ളയാണ്. അത് ശ്രദ്ധിച്ചോണം, മുൻപ് പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് വെള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പിങ്ക്, ജില്ലാ പഞ്ചായത്ത് നീല. അപ്പം നമ്മളിങ്ങനെ ഗ്രാമം, ബ്ലോക്ക്, ജില്ല, അപ്പം വെള്ള, പിങ്ക്, നീല. വെപ്പ് നീ അല്ലെ വെക്ക് നീ എന്ന് ഓർത്താൽ മതി. വെള്ള, പിങ്ക്, നീല. നഗരസഭയും കോർപ്പറേഷനും ആകുമ്പോൾ വീണ്ടും ഇതിലേക്ക് പോകും? വെള്ളയിലേക്ക് പോകും. കാരണം അത് സെപ്പറേറ്റ് അല്ലയോ. കാരണം ഇപ്പൊ നമുക്ക് അറിയാം, നഗരസഭയിലേക്കാണ് നമുക്ക് ഒരൊറ്റ വോട്ടേ ഉള്ളൂ. നമ്മൾ നഗരസഭയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഒരൊറ്റ വോട്ടേ ഉള്ളൂ, അത് വെള്ള കളറാണ്. കോർപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് ഒറ്റ വോട്ടേ ഉള്ളൂ, വെള്ളയാണ്. എന്നാൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വോട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ളതുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതുണ്ട്. 3 വോട്ടുകളാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 3 നിറം. സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഗ്രാമപഞ്ചായത്തിലേക്കാണെങ്കിൽ 25,000 രൂപയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് സാധാരണ ചെലവഴിക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതലൊക്കെ ചെലവഴിക്കും, പക്ഷെ കണക്ക് ഇങ്ങനെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിൽ, നഗരസഭയിലേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിൽ 75,000 രൂപ വരെ ചെലവഴിക്കാം. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കാണെങ്കിൽ 1.5 ലക്ഷം രൂപ വരെ ചെലവഴിക്കാം. അത് ശ്രദ്ധിക്കണം. സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഗ്രാമപഞ്ചായത്ത് 25,000, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി 75,000, ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ 1.5 ലക്ഷം രൂപയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ടയ്ക്ക് പകരം ഉണ്ടായിരുന്ന ബട്ടൺ ഏതാണ്? എൻഡ് ബട്ടൺ. ഗ്രാമപഞ്ചായത്തിലേക്കാണെങ്കിൽ ബാലറ്റ് പേപ്പറിലെ നിറങ്ങൾ ശ്രദ്ധിച്ചോണം. ഗ്രാമപഞ്ചായത്ത് വെള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പിങ്ക്, അതേപോലെ ജില്ലാ പഞ്ചായത്ത് നീല. നഗരസഭയും കോർപ്പറേഷനും ആണെങ്കിൽ വീണ്ടും വെള്ള നിറത്തിലേക്ക് പോകുന്നു. സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക ഗ്രാമപഞ്ചായത്തിൽ 25,000, ബ്ലോക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആകുമ്പോൾ 75,000, ജില്ലാ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ആകുമ്പോൾ എന്താണ്? 1.5 ലക്ഷം രൂപയാണ്. ഇനി ആകെ പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 73.69% ആകെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു? 73.69, 73.69. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ജില്ല വയനാടാണ്. നമ്മൾ വോട്ടർമാർ കുറച്ചെന്ന് പറഞ്ഞു, പക്ഷേ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന വയനാട്. ഏറ്റവും കുറവ് പോളിംഗ് നടന്ന ജില്ല പത്തനംതിട്ടയാണ്. ഇപ്പോഴും പത്തനംതിട്ടയിലെയാണ് ഏറ്റവും കുറവ് പോളിംഗ് വരാറുള്ളത്. ഫലപ്രഖ്യാപനം നടന്നത് ഡിസംബർ 13-നാണ്. അപ്പൊ ആകെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു? 73.69%. 73.69%. കൂടുതൽ പോളിംഗ് എവിടെയാണ്? വയനാട്. കുറവ് പോളിംഗ് എവിടെയാണ്? പത്തനംതിട്ട. ഫലപ്രഖ്യാപനം നടന്നത് എന്നാണ്? ഡിസംബർ 13. പിന്നെ നമുക്കറിയാം കേരളത്തിൽ 6 കോർപ്പറേഷനുകളുണ്ട്.
ഈ കോർപ്പറേഷനിലെ മേയർമാരെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. മുൻപ് പലപ്പോഴും പല പരീക്ഷകൾക്കും, പദവിയാണ് എപ്പോൾ വേണേലും മാറി വരാം, എന്നാൽ പോലും പല പരീക്ഷകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ VV രാജേഷ്. വാർത്തകളൊക്കെ എപ്പോഴും കാണുന്നുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ബാക്കിയുള്ളതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കൊല്ലം AK ഹഫീസ്. കൊല്ലത്തിന്റെ നിലവിലെ കൊല്ലം കോർപ്പറേഷന്റെ മേയർ ആരാണ്? AK ഹഫീസ്. കൊച്ചി ആണെങ്കിൽ VK മിനിമോൾ. ഈ പേരും വാർത്തകളൊക്കെ അത്യാവശ്യം വരാറുള്ളതാണ്. അപ്പം തിരുവനന്തപുരം ആണെങ്കിൽ VV രാജേഷ്. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആരാണ്? VV രാജേഷ്. കൊല്ലമാണെങ്കിൽ AK ഹഫീസ്. കൊച്ചി ആണെങ്കിൽ VK മിനിമോൾ. തൃശൂർ നിജി ജസ്റ്റിൻ. നിജി ജസ്റ്റിൻ. കോഴിക്കോട് O സദാശിവൻ. കണ്ണൂർ P ഇന്ദിര. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആരാണ്? VV രാജേഷ്. ആരാണ്? VV രാജേഷ്. കൊല്ലമാണെങ്കിൽ AK ഹഫീസ്. കൊല്ലമാണെങ്കിൽ ആരാണ്? AK ഹഫീസ്. അതേപോലെ കൊച്ചി ആണെങ്കിൽ VK മിനിമോൾ. VK മിനിമോൾ. അതേപോലെ തൃശ്ശൂർ ആണെങ്കിൽ നിജി ജസ്റ്റിൻ. തൃശ്ശൂർ ആരാണ്? നിജി ജസ്റ്റിൻ. കോഴിക്കോട് O സദാശിവൻ. കോഴിക്കോട് ആരാണ്? O സദാശിവൻ. കണ്ണൂർ P ഇന്ദിര. കണ്ണൂർ ആരാണ്? P ഇന്ദിര. അത്രേ ഓർക്കണം. പിന്നെ ഇവിടെ വന്ന 1-2 റെക്കോർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന റെക്കോർഡ് ദിയ പുളിക്കക്കണ്ടം, പാലാ നഗരസഭയുടെ അധ്യക്ഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ എന്ന റെക്കോർഡ് ആർക്ക് ലഭിച്ചു? ദിയ പുളിക്കക്കണ്ടം, പാലാ നഗരസഭ. അതുപോലെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ അധ്യക്ഷനായിട്ട് P വിശ്വനാഥൻ മാറി. കൽപ്പറ്റ നഗരസഭയാണ്. പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ അധ്യക്ഷൻ എന്ന റെക്കോർഡ് ആർക്ക് ലഭിച്ചു? P വിശ്വനാഥൻ, കൽപ്പറ്റ. ഇത് രണ്ടും നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ആരാണ്? ദിയ പുളിക്കക്കണ്ടം, പാലാ നഗരസഭ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യ നഗരസഭ അധ്യക്ഷൻ P വിശ്വനാഥൻ, കൽപ്പറ്റ. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സംവരണം 1/3. നമ്മൾ 33% എന്നൊക്കെ പറയും. 1/3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ സംവരണം. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ എത്ര മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം? 6 മാസത്തിനുള്ളിൽ. ഇതൊക്കെ നേരത്തെ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. കേരളത്തിലെ ആകെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 1200. നമുക്കറിയാം 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, അതേപോലെ 6 കോർപ്പറേഷനുകൾ. ഇതാണ് സ്ട്രക്ചർ. 941 ഗ്രാമപഞ്ചായത്തുകൾ, അതേപോലെ 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായിട്ട് ആര് മാറി? ദിയ പുളിക്കക്കണ്ടം, പാലാ നഗരസഭ. പണിയ വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യ നഗരസഭ അധ്യക്ഷനായിട്ട് ആര് മാറി? P വിശ്വനാഥൻ, കൽപ്പറ്റ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. സ്ത്രീകൾക്കുള്ള സംവരണം 1/3. പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200 ആണ്. അതിൽ ഗ്രാമപഞ്ചായത്തുകൾ 941 വരും, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ജില്ലാ പഞ്ചായത്തുകൾ 14, മുനിസിപ്പാലിറ്റികൾ 87, കോർപ്പറേഷനുകൾ 6. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇനി പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല കോഴിക്കോട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനെ ബേസ് ചെയ്താണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ഈ 2 പോയിന്റ് കൂടി ശ്രദ്ധിച്ചോണം. നമ്മൾ വോട്ടർമാർ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്, അല്ലെങ്കിൽ വോട്ടർമാർ ഏറ്റവും കുറവ് വയനാടാണെന്ന് പഠിച്ചു. അതേപോലെ പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് 2025 കേരള ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.